മതിയാവും, അല്ലെങ്കിൽ കേരളം തകർന്നു പോകും എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഇത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ള യാത്രയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ അറിയുന്നതിനേക്കാൾ ആഴത്തിൽ കേരളത്തിന് മുറിവേറ്റിരിക്കുന്നു. കേരളം തകർന്നിരിക്കുകയാണ്. ഒരു നാടിന്റെ ഘടനയിൽ ഏറ്റവും പ്രധാനം അതിന്റെ സമ്പദ് വ്യവസ്ഥ, അതാണ് അതിന്റെ നട്ടല് തകർന്നു കിടക്കുകയാണ് കേരളം. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിനോട് സലാം പറയും, സംശയമൊന്നും വേണ്ട അധികാരം. പക്ഷെ അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിലുണ്ട്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്താൻ തീർത്തു. ആഴത്തുള്ള കടമാണ്. എന്റെ ചോദ്യം, ഈ സർക്കാരിന് ബാധിച്ചിരിക്കുന്ന ഈ തകർച്ച അത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയാണ്. ഞാൻ എന്റെ പൊതുജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രമാത്രം ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുന്ന ഒരു കാലം. ഒരു ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വരാത്ത ഒരാളെ കണ്ടുകിട്ടാൻ പാടില്ല. ഇങ്ങനെ എല്ലാ ബാങ്കുകളിൽ നിന്നും, സഹകരണ ബാങ്കുകളിൽ നിന്നും ആളുകൾ കടക്കണിയിലാണ്. കാരണം ചെലവ് ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു. വലിയ വാഹനങ്ങൾ NH സൈഡിലേക്കും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ ആളുകളെ ഇറക്കിയ ശേഷം ഇടനാട് വൈലിക്കട റോഡുകളിലേക്ക് മാറ്റി സൗകര്യപ്രദമായി പാർക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ചാത്തന്നൂർ മണ്ഡലത്തിൽ സ്വീകരണം ഒരുങ്ങിയിരിക്കുന്നു. സ്വീകരണ സ്ഥലത്തിലേക്ക് ജാഥ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വീകരണ സ്ഥലം ജനനിബിഡമായി മാറിയിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിലൊരു പുതുയുഗം പിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് നാട്ടുകാർ, കോൺഗ്രസ് പ്രവർത്തകർ ജാഥ ക്യാപ്റ്റൻ എത്തുന്നതിന് മുൻപ് തന്നെ സദസ്സ് ധന്യമാക്കിക്കൊണ്ട് നിറഞ്ഞു കവിയുന്നു. വാഹനങ്ങളിൽ ആൾക്കാർ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകർ, നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വളരെ ആവേശപൂർവ്വം സന്നദ്ധരായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുവാൻ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാൻ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ, നാട്ടുകാരും ആവേശപൂർവ്വം CMRT ജംഗ്ഷനിൽ സജ്ജരായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. VD സതീശനെ സ്വീകരിക്കുവാൻ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് UDF പ്രവർത്തകർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു പോവുകയല്ല, മറിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നാൽ ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ വാർത്തകൾ വിളിക്കുകയാണ്. നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 13 ജില്ലകളിലായിട്ട് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ കേരളത്തെ ഇരുണ്ട യുഗത്തിൽ നിന്നും പുതുയുഗത്തിലേക്ക് നയിക്കുന്ന VD സതീശന്റെ പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാൻ ചാത്തന്നൂർ മണ്ഡലത്തിലെ UDF പ്രവർത്തകർ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു.
നമ്മുടെ സമീപ പ്രദേശമായ പാരിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ വാവൂർപള്ളിയിൽ കയറുന്ന പോലെ ഒരു ടോക്കൺ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിക്കൽ കോളേജ് മാത്രമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നു. UDFന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് ഒരു വലിയ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു ഇവിടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേരാമെന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നിയമസഭ പിരിയാത്ത കാരണത്താൽ അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്താണെന്ന് ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ? ഒരു റഫറൽ ആശുപത്രിയായി മാത്രം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ചില പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നിലപാടെടുത്തിട്ടുള്ളത്. നമ്മുടെ കൊല്ലത്ത് വരേണ്ടിയിരുന്ന ഒരു ESI മെഡിക്കൽ കോളേജ് അട്ടിമറിക്കപ്പെട്ടു. ഇതെല്ലാം പോരും എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ പുതിയ യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കും. അതേ വേദിയിലേക്ക് പ്രവർത്തക ആവേശം തോളിലേക്ക് അദ്ദേഹത്തെ വേദിയിലെത്തിക്കുകയാണ്. തീർച്ചയായും ഇതൊരു ചരിത്ര യാത്രയാണ്. ഒരിക്കലും കേരളം സാക്ഷ്യം വഹിക്കാത്ത ഉജ്ജ്വലമായ യാത്ര. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ യാത്രയുടെ നായകൻ പ്രിയങ്കരനായ ശ്രീ VD സതീശൻ ഈ വേദിയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കും. മറ്റു നേതാക്കളെല്ലാം തന്നെ നിങ്ങൾ സംസാരിക്കും. ഈ സമ്മേളനം ഐക്യജനാധിപത്യയുടെ ചാത്തന്നൂർ നിയോജകമണ്ഡലം നൽകുന്ന ആവേശകരമായ ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരവൂർ സജീവ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ പ്രതീക്ഷയായ നിലപാടുകളുടെ രാജകുമാരനായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ടവരെ, മുന്നിൽ നിൽക്കുന്നവർ അല്പം സ്റ്റേജിന്റെ രണ്ട് സൈഡിലേക്ക് മാറി ബാക്കിലൊക്കെ നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് കാണുന്നതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകർ, നിങ്ങളുടെ ആവേശം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്തിയതിന്റെ ആവേശമുണ്ട്. എന്നാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേർക്കും ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി എല്ലാവരും സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ, ബഹുമാനപ്പെട്ട MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ MP, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ബഹുമാനീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പുതുയുഗ യാത്ര ഈ ചാത്തന്നൂരിന്റെ മണ്ണിലെത്തുകയാണ്. ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇവിടെ സംസ്കാര സാഹിതിയുടെ നാടകം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ മനോഹരമായ നിലയിൽ കാവിലമ്മ ടീം അവതരിപ്പിച്ച തിരുവാതിര കളി ഒരു സാംസ്കാരിക തനിമയോടുകൂടി പുതുയുഗ യാത്രയെ വരവേൽക്കാൻ ചാത്തന്നൂരിന്റെ സംഘാടക സമിതി തീരുമാനിച്ചതിൽ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുക. ആഴ്ചകൾക്കപ്പുറത്ത് നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വ്യക്തമാക്കുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയം ഇതുവരെ പരിചയമല്ലാത്ത ഒരു പുതിയ സാഹചര്യമാണ് 2021 തെരഞ്ഞെടുപ്പ് നമുക്ക് സമ്മാനിച്ചത്. ഒരു തുടർ ഭരണം, ഇടതുപക്ഷത്തിന്റെ ഒരു തുടർ ഭരണം ഐക്യജനാധിപത്യം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി കടന്നു വന്നത്. അങ്ങനെ കേരളത്തിലെമ്പാടും നമുക്കിനി ജയിക്കാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ശ്രീ VD സതീശൻ
ആ സന്നിഗ്ധമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയത്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്ത സാഹചര്യം ഞാൻ വിശദമാക്കിയതുപോലെ എല്ലാവരും വളരെയേറെ രാഷ്ട്രീയമായ തിരിച്ചടിയിൽ നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ രാഷ്ട്രീയ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കൊല്ലത്ത് വരികയും കൂടാതെ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജായി പാരിപ്പള്ളി ഉയർത്തണമെന്ന് ഞാൻ ഈ വേദിയിൽ പ്രതിപക്ഷ നേതാവിനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. അദ്ദേഹം ഇതിന് പൂർണ്ണ പിന്തുണ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരവൂർ സജീവ് അവർകൾ, UDF-ന്റെ കൺവീനർ ചെയർമാനത്തിൽ വരുമ്പോൾ അതിൽ ഒരു സീറ്റ് ചാത്തന്നൂരും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുവാൻ പ്രിയപ്പെട്ട നമ്മുടെ MP പ്രേമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ വേദിയിലും സദസ്സിലും നിരവധി ജാഥകളിൽ, പര്യടന പരിപാടികളിൽ, യാത്രകളിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഭാഗപക്കായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ പൊതുജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഇതൊരു ജനമുന്നേറ്റ യാത്രയാണ്. മാറുന്ന കേരളത്തിന് അനുരോധമായി കേരളം എങ്ങനെ രൂപപ്പെടണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന ഒരു രാഷ്ട്രീയ സന്ദേശ യാത്രയാണ് പുതുയുഗ യാത്ര. ധാരാളം യാത്രകൾ കേരളം കണ്ടിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ നാമകരണം പരിശോധിച്ചാൽ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ദൗത്യം നിർവഹിക്കുന്നതോടൊപ്പം ആ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ ജനങ്ങളോട് സമ്മതിക്കുന്നതോടൊപ്പം ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാലല്ല UDF അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ അധ്യക്ഷൻ, എൻ്റെ കൊച്ചാനുജൻ ശ്രീ പരവൂർ സജീവ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഈ നാടിൻ്റെ പ്രിയങ്കരനായ ജനനായകൻ, UDF-ന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഇന്ത്യൻ പാർലമെന്റിലെ കരുത്തും ശബ്ദവുമായ ശ്രീ NK പ്രേമചന്ദ്രൻ MP, ജില്ലാ UDF-ന്റെ ചെയർമാൻ ശ്രീ KC രാജൻ, ശ്രീ മാങ്കോട് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ പൊതുയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി UDF പ്രവർത്തകർ ആവേശകരമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ദുരിതത്തിലാണ്. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിലെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഏതാനും നിമിഷങ്ങൾക്കകം വി.ഡി. സതീശൻ എത്തുകയാണ്. കേരളത്തെ ഇരുണ്ട യുഗത്തിൽ നിന്നും പുതുയുഗത്തിലേക്ക് നയിക്കുന്നു വി.ഡി. സതീശന്റെ ജാഥ. ഐതിഹാസികമായ പുതുയുഗ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തെ വീണ്ടെടുക്കുവാൻ ജാഥയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നവർ മുന്നിൽ അണിനിരക്കണം.
നമ്മുടെ പ്രിയങ്കരായ നേതാവ് പുതുയാത്രയുടെ നായകൻ ശ്രീ വി ഡി സതീശൻ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകപ്പടിയോടെ സാത്തന്നൂരും നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പുതുകിയ യാത്രയാണ് ഇവിടെ കടന്നു വരുന്നത്. പ്രവർത്തകരുടെ ആവേശങ്ങളിലെ അമ്മമാരുടെ സഹോദരന്മാരുടെ ആവേശങ്ങളിലെ സാത്തന്നൂർ അടുത്ത കാലത്തൊന്നും കാണാത്ത സാത്തന്നൂരിൽ പോകുന്ന പ്രവൃത്തി ഐക്യജനാധിപത്യങ്ങളുടെ പ്രവൃത്തിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഐക്യജനാധിപത്യങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. 100 സീറ്റുകൾ അല്ലെങ്കിൽ കേരളം തകർന്നു പോകും എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഇത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ള യാത്രയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ അറിയുന്നതിനേക്കാൾ ആഴത്തിൽ കേരളത്തിന് മുറിവേറ്റിരിക്കുന്നു. കേരളം തകർന്നിരിക്കുകയാണ്. ഒരു നാടിന്റെ ഘടനയിൽ ഏറ്റവും പ്രധാനം അതിന്റെ സമ്പദ് വ്യവസ്ഥ, അതാണ് അതിന്റെ നട്ടല് തകർന്നു കിടക്കുകയാണ് കേരളം. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിനോട് സലാം പറയും, സംശയമൊന്നും വേണ്ട അധികാരം. പക്ഷെ അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിലുണ്ട്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്താൻ തീർത്തു. ആഴത്തുള്ള കടമാണ്. എന്റെ ചോദ്യം, ഈ സർക്കാരിന് ബാധിച്ചിരിക്കുന്ന ഈ തകർച്ച അത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയാണ്. ഞാൻ എന്റെ പൊതുജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രമാത്രം ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുന്ന ഒരു കാലം. ഒരു ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വരാത്ത ഒരാളെ കണ്ടുകിട്ടാൻ പാടാണ്. ഇങ്ങനെ എല്ലാ ബാങ്കുകളിൽ നിന്നും, സഹകരണ ബാങ്കുകളിൽ നിന്നും ആളുകൾ കടക്കണിയിലാണ്. കാരണം ചെലവ് ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു. പദ്ധതിയിൽ കാശിന്റെ പ്രവർത്തികൾ നടത്തിയിട്ടില്ലാത്ത ഒരു സർക്കാർ ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെതിരായി ജനങ്ങൾ ശക്തമായ വിധിയെഴുത്തുണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തുന്ന പുതുയുഗ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഒരു 20 മിനിറ്റുകൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേരും. നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കൂട്ടമായി കൊല്ലത്ത് വരികയും കൂടാതെ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജായി പാരിപ്പള്ളി ഉയർത്തണമെന്ന് ഞാൻ ഈ വേദിയിൽ പ്രതിപക്ഷ നേതാവിനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. അദ്ദേഹം ഇതിന് പൂർണ്ണ പിന്തുണ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരവൂർ സജീവ് അവർ, UDFന്റെ കൺവീനർ ചെയർമാനത്തിൽ വരുമ്പോൾ അതിൽ ഒരു സീറ്റ് ചാത്തന്നൂരും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുവാൻ പ്രിയപ്പെട്ട നമ്മുടെ MP പ്രേമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ വേദിയിലും സദസ്സിലും നിരവധി ജാഥകളിൽ, പര്യടന പരിപാടികളിൽ, യാത്രകളിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഭാഗപക്കായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ പൊതുജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഇതൊരു ജനമുന്നേറ്റ യാത്രയാണ്. മാറുന്ന കേരളത്തിന് അനുരോധമായി കേരളം എങ്ങനെ രൂപപ്പെടണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന ഒരു രാഷ്ട്രീയ സന്ദേശ യാത്രയാണ് പുതുയുഗ യാത്ര. ധാരാളം യാത്രകൾ കേരളം കണ്ടിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ നാമകരണം പരിശോധിച്ചാൽ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ദൗത്യം നിർവഹിക്കുന്നതോടൊപ്പം ആ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ ജനങ്ങളോട് സംവദിക്കുന്നതോടൊപ്പം ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാലല്ല UDF അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും?
ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ അധ്യക്ഷൻ, എൻ്റെ കൊച്ചാനുജൻ ശ്രീ പരമൂർ സജീവ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഈ നാടിൻ്റെ പ്രിയങ്കരനായ ജനനായകൻ, UDF-ൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ഇന്ത്യൻ പാർലമെന്റിലെ കരുത്തും ശബ്ദവുമായ ശ്രീ NK പ്രേമചന്ദ്രൻ MP, ജില്ലാ UDF-ൻ്റെ ചെയർമാൻ ശ്രീ KC രാജൻ, ശ്രീ മാങ്കോട് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ പോരും എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ പുതിയ യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കും. അതേ വേദിയിലേക്ക് പ്രവർത്തക ആവേശം തോളിലേക്ക് അദ്ദേഹത്തെ വേദിയിലെത്തിക്കുകയാണ്. തീർച്ചയായും ഇതൊരു ചരിത്ര യാത്രയാണ്. ഒരിക്കലും കേരളം സാക്ഷ്യം വഹിക്കാത്ത ഉജ്ജ്വലമായ യാത്ര. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ യാത്രയുടെ നായകൻ പ്രിയങ്കരനായ ശ്രീ VD സതീശൻ ഈ വേദിയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കും. മറ്റു നേതാക്കളെല്ലാം തന്നെ നിങ്ങൾ സംസാരിക്കും. ഈ സമ്മേളനം ഐക്യ ജനാധിപത്യയുടെ ചാത്തന്നൂർ നിയോജകമണ്ഡലം നൽകുന്ന ആവേശകരമായ ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരമൂർ സജീവ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ പ്രതീക്ഷയായ നിലപാടുകളുടെ രാജകുമാരനായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ടവരെ, മുന്നിൽ നിൽക്കുന്നവർ അല്പം സ്റ്റേജിന്റെ രണ്ട് സൈഡിലേക്ക് മാറി ബാക്കിലൊക്കെ നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് കാണുന്നതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകർ, നിങ്ങളുടെ ആവേശം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്തിയതിന്റെ ആവേശമുണ്ട്. എന്നാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേർക്കും ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി എല്ലാവരും സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ, ബഹുമാനപ്പെട്ട MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ MP, നമ്മുടെ സമീപ പ്രദേശമായ പാരിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ വാവൂർപള്ളിയിൽ കയറുന്ന പോലെ ഒരു ടോക്കൺ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിക്കൽ കോളേജ് മാത്രമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നു. UDF-ന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് ഒരു വലിയ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു ഇവിടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേരാമെന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നിയമസഭ പിരിയാത്ത കാരണത്താൽ അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്താണെന്ന് ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ? ഒരു റഫറൽ ആശുപത്രിയായി മാത്രം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ചില പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നിലപാടെടുത്തിട്ടുള്ളത്. നമ്മുടെ കൊല്ലത്ത് വരേണ്ടിയിരുന്ന ഒരു ESI മെഡിക്കൽ കോളേജ് അട്ടിമറിക്കപ്പെട്ടു. ഇതെല്ലാം വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ആ വസന്തകാലങ്ങളിൽ പൊതുയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി UDF പ്രവർത്തകർ ആവേശകരമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ദുരിതത്തിലാണ്. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിലെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഏതാനും നിമിഷങ്ങൾക്കകം VD സതീശൻ എത്തുകയാണ്. കേരളത്തെ ഇരുണ്ട യുഗത്തിൽ നിന്നും പുതുയുഗത്തിലേക്ക് നയിക്കുന്നു VD സതീശന്റെ ജാഥ. ഐതിഹാസികമായ പുതിയ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കേരളത്തെ വീണ്ടെടുക്കുവാൻ VD സതീശൻ എത്തിയിരിക്കുന്നു. ജാഥയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നവർ മുന്നിൽ അണിനിരക്കണം.
ആവേശങ്ങളിലെ അമ്മമാരുടെ സഹോദരിമാരുടെ ആവേശങ്ങളിലെ ചാത്തന്നൂർ അടുത്ത കാലത്തൊന്നും കാണാത്ത ചാത്തന്നൂരിന് പോകുന്ന പ്രവൃത്തി ഐക്യജനാധിപത്യങ്ങളുടെ പ്രവൃത്തിയായിരിക്കും എന്ന കാര്യത്തിൽ ആശംസിക്കില്ല. അതുകൊണ്ട് ഐക്യജനാധിപത്യങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. 100 സീറ്റുകൾ വി ഡി സതീശനെ സ്വീകരിക്കുവാൻ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട എം പി പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് UDF പ്രവർത്തകർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ കടന്നു വരുമ്പോൾ സാധാരണ വിദ്യാഭ്യാസ പ്രശ്നങ്ങളാണ്, വ്യവസായങ്ങളിലെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു പോവുകയല്ല, മറിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നാൽ ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ വാർത്തകൾ വിളിക്കുകയാണ്. നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ 13 ജില്ലകളിലായിട്ട് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇവിടെ കേരളത്തെ ഇരുണ്ട യുഗത്തിൽ നിന്നും പുതുയുഗത്തിലേക്ക് നയിക്കുന്ന വി ഡി സതീശന്റെ പുതുയുഗയാത്രയെ സ്വീകരിക്കുവാൻ ചാത്തന്നൂർ മണ്ഡലത്തിലെ UDF പ്രവർത്തകർ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. പദ്ധതിയിൽ കാശിന്റെ പ്രവർത്തികൾ നടത്തിയിട്ടില്ലാത്ത ഒരു സർക്കാർ ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെതിരായി ജനങ്ങൾ ശക്തമായ വിധിയെഴുത്തുണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തുന്ന പുതുയുഗ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഒരു 20 മിനിറ്റുകൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേരും. നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കൂട്ടമായി ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ബഹുമാനീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പുതുയുഗ യാത്ര ഈ ചാത്തന്നൂരിന്റെ മണ്ണിലെത്തുകയാണ്. ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇവിടെ സംസ്കാര സാഹിതിയുടെ നാടകമുണ്ടായിരുന്നു. അതിനുശേഷം വളരെ മനോഹരമായ നിലയിൽ കാവിലമ്മ ടീം അവതരിപ്പിച്ച തിരുവാതിര കളി ഒരു സാംസ്കാരിക തനിമയോടുകൂടി പുതുയുഗ യാത്രയെ വരവേൽക്കാൻ ചാത്തന്നൂരിന്റെ സംഘാടക സമിതി തീരുമാനിച്ചതിൽ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുക. ആഴ്ചകൾക്കപ്പുറത്ത് നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വ്യക്തമാക്കുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയം ഇതുവരെ പരിചയമല്ലാത്ത ഒരു പുതിയ സാഹചര്യമാണ് 2021 തെരഞ്ഞെടുപ്പ് നമുക്ക് സമ്മാനിച്ചത്. ഒരു തുടർ ഭരണം, ഇടതുപക്ഷത്തിന്റെ ഒരു തുടർ ഭരണം ഐക്യജനാധിപത്യം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി കടന്നു വന്നത്. അങ്ങനെ കേരളത്തിലെമ്പാടും നമുക്കിനി ജയിക്കാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ ആ സന്നിഗ്ധമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയത്. ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന ശ്രീ വി ഡി സതീശൻ
അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്ത സാഹചര്യം ഞാൻ വിശദമാക്കിയതുപോലെ എല്ലാവരും വളരെയേറെ രാഷ്ട്രീയമായ തിരിച്ചടിയിൽ നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ രാഷ്ട്രീയ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ വാഹനങ്ങൾ NH-ന്റെ സൈഡിലേക്കും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ ആളുകളെ ഇറക്കിയ ശേഷം ഇടനാട് വൈരിക്കട റോഡുകളിലേക്ക് മാറ്റി സൗകര്യപ്രദമായി പാർക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ചാത്തന്നൂർ മണ്ഡലത്തിൽ സ്വീകരണം ഒരുങ്ങിയിരിക്കുന്നു. സ്വീകരണ സ്ഥലത്തിലേക്ക് ജാഥ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വീകരണ സ്ഥലം ജനനിബിഡമായി മാറിയിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിലൊരു പുതുയുഗം പിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് നാട്ടുകാർ, കോൺഗ്രസ് പ്രവർത്തകർ ജാഥ ക്യാപ്റ്റൻ എത്തുന്നതിന് മുൻപ് തന്നെ സദസ്സ് ധന്യമാക്കിക്കൊണ്ട് നിറഞ്ഞു കവിയുന്നു. വാഹനങ്ങളിൽ ആൾക്കാർ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകർ, നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വളരെ ആവേശപൂർവ്വം സന്നദ്ധരായി നിൽക്കുന്ന കാഴ്ചയാണ് ഷീമാട്ടി ജംഗ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുവാൻ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാൻ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ, നാട്ടുകാരും ആവേശപൂർവ്വം ഷീമാട്ടി ജംഗ്ഷനിൽ സജ്ജരായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. VD സതീശൻ്റെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ ഷീമാട്ടി ജംഗ്ഷനിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണ പന്തലിന് മുമ്പിൽ തിരുവാതിര ആരംഭിക്കുന്നു. വൈരിക്കട ഭാഗത്തേക്കുള്ള റോഡുകളിൽ സുരക്ഷിതമായി പാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ ഇടനാട് റോഡിൽ ശ്രീ ചൂർനാട് രാജശേഖരൻ സാറിന്റെ വീടിന് ഓപ്പോസിറ്റ് പാർക്കിംഗ് ഗ്രൗണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവരെ, തിരുവാതിര ആരംഭിക്കുകയാണ്.